السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂൽ ഈമാൻ എന്ന കിതാബിലെ അവസാന ബാബാണ് നാം ഇന്ന് വായിക്കുന്നത്. ഈ കിതാബിൽ ഈമാൻ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസം, അതുപോലെ മലക്കുകളിൽ, കിതാബുകളിൽ, ഖദറിൽ, റസൂലുകളിൽ എന്നീ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ മാരിഫത്തോടു കൂടി ഉൾക്കൊള്ളുകയും അതിന് യോജിച്ച ഹദീസുകളും അതുപോലെ അസറുകളും കൊണ്ട് ക്രോഡീകരിച്ചിട്ടാണ് കിതാബ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ ബാബുകളിൽ ഇൽമുമായി ബന്ധപ്പെട്ട് ഇൽമു നേടാനുള്ള പ്രോത്സാഹനവും ഇൽമു എടുക്കപ്പെടുന്ന അവസ്ഥയുമെല്ലാം പറഞ്ഞു. അതിന്റെ തുടർച്ച എന്നോണം തന്നെ അടുത്ത ബാബ് ബാബു അത്തശ്ദീദ് ഫീ ത്വലബിൽ ഇൽമി ലിൽ മിറാഇ വൽ ജിദാൽ. തശ്ദീദ് ഫീ ത്വലബിൽ ഇൽം, ഇൽമു നേടാൻ വേണ്ടി ഒരുങ്ങുക അല്ലെങ്കിൽ അതിൽ മുഴുകുക. ലിൽ മിറാഇ വൽ ജിദാൽ, മിറാഇനും ജിദാലിനും വേണ്ടി. രണ്ടും തർക്കം എന്നുള്ളതാണ് മലയാളത്തിൽ അതിനർത്ഥം പറയാറുള്ളത്. മിറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യവുമില്ലാത്ത, ഒരു ഉപകാരവുമില്ലാത്ത നിലക്കുള്ള തർക്കങ്ങൾക്കാണ് മിറാ എന്ന് പറയാറുള്ളത്. ജിദാല് എന്ന് പറഞ്ഞാൽ തഅസ്സുബിന്റെ അടിസ്ഥാനത്തിൽ, അഥവാ എന്റെ ഭാഗം, എന്റെ വാദം ശരിയാണ് എന്നതിന് തർക്കിക്കുന്നതിനാണ് ജിദാൽ എന്ന് പറയാ. രണ്ടും തർക്കം തന്നെയാണ്. പക്ഷെ മിറാ എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരവുമില്ലാത്ത, എന്തിനോ വേണ്ടി വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുക. ജിദാൽ എന്ന് പറഞ്ഞാൽ തന്റെ ഭാഗം, തന്റെ വാദം അത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തർക്കം. അപ്പോ ചില ഇൽമു നേടുമ്പോൾ ചില ആളുകൾ, പ്രത്യേകിച്ച് തുല്ലാബുകൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു അപകടമാണിത്. അഥവാ മറ്റുള്ളവരോട് തർക്കിക്കാൻ വേണ്ടി ഇൽമു നേടുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു വിഷയം ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മസ്അല ആവട്ടെ, തർക്കം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇൽമു നേടുന്ന ആളുകളെ കാണാം. ഇത് ഒരിക്കലും ഒരു ബാത്തിലായ ഏതെങ്കിലും ഒരു വാദത്തെ, ഒരു വിശ്വാസമാവട്ടെ കർമ്മമാവട്ടെ, അതിനെ റദ്ദ് ചെയ്യേണ്ട എന്നുള്ളതല്ല. അതല്ലാതെ വിശാലമായി കാണേണ്ട മസായിലുകളിൽ വെറുതെ തർക്കിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതൊരു ഉദ്ദേശമായി എടുത്തുകൊണ്ട് ഇൽമു നേടുന്ന ആളുകളെ കാണാം. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൽ ഈ ഒരു ബാബിൽ ഇൽമു നേടുമ്പോൾ കാണിക്കേണ്ട അല്ലെങ്കിൽ ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോൾ കാണിക്കേണ്ട അദബുകളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. عن كعب بن مالك رضي الله عنه قال رسول الله صلى الله عليه وسلم. كعب بن مالك رضي الله عنه തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിച്ച സ്വഹാബികളിൽ മൂന്നാളുകളിൽപ്പെട്ട പ്രധാനിയാണ് കഅബ് ബിൻ മാലിക് എന്നുള്ളത്. قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ طلب العلم ليجاري به العلماء. ആരെങ്കിലും ഇൽമു നേടുകയാണ്, അറിവ് നേടുകയാണ് പണ്ഡിതന്മാരോടൊപ്പം എത്താൻ വേണ്ടി, അല്ലെങ്കിൽ പണ്ഡിതന്മാരുമായിട്ട് അത് സഹവസിച്ച് അല്ലെങ്കിൽ പണ്ഡിതന്മാരുമായിട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആ നിലക്കാകണം, അല്ലെങ്കിൽ അവരോടൊപ്പം എത്തണം, അല്ലെങ്കിൽ അവരോടൊപ്പം തർക്കിക്കുന്ന അല്ലെങ്കിൽ സംവാദിക്കുന്ന ഒരവസ്ഥയിൽ അവരോടൊപ്പം സംവാദം നടത്തണം എന്ന നിലക്കൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും ഇൽമു നേടുകയാണെങ്കിൽ, ഔലിയുമാരിയ ബിഹി സുഫഹാ, അല്ലെങ്കിൽ വിഡ്ഢികളായിട്ടുള്ള ആളുകളുടെ അടുക്കൽ, അവരുടെ അടുക്കൽ ഇൽമു കാണിച്ചുകൊണ്ട് വെറുതെ ഓരോ സംസാരങ്ങൾ സംസാരിക്കാൻ, തർക്കിക്കാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഇൽമു നേടുന്നതെങ്കിൽ, ഔ ബി സർഫി ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസ് ഇലൈഹി, അതല്ല എങ്കിൽ അവന്റെ ഉദ്ദേശം അവൻ ഇൽമു നേടുന്നത് ആളുകളുടെ മുഖത്തെ അവനിലേക്ക് തിരിക്കാൻ, അഥവാ ആളുകൾ അവനെ ഒരു ആലിമായി കാണണം അല്ലെങ്കിൽ ആ നിലക്ക് ആകണം എന്ന നിലക്കാണ് ഒരാൾ ഇൽമു നേടുന്നത് എങ്കിൽ, അത് ഒന്ന് പണ്ഡിതന്മാരോടൊപ്പം വലിയ പണ്ഡിതനായി എത്തണം, പണ്ഡിതന്മാരോട് മസായിലുകൾ തർക്കിക്കണം ആ ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ വിഡ്ഢികളോട് ഇൽമു വെച്ച് സംസാരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ, അതല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഞാൻ നല്ലൊരു ആലിമാണ് എന്ന നിലക്ക് കാണിക്കാൻ വേണ്ടി ആ നിലക്കൊക്കെയാണ് ഒരാൾ ഇൽമു നേടുന്നത് എങ്കിൽ അദ്ഖലഹുല്ലാഹു അന്നാറ. റവാഹു തിർമിദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അഥവാ ഇൽമു നേടേണ്ടത് ഏതൊരു അമല് പോലെ തന്നെ ലിവജ്ഹില്ല, അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം.
അതുകൊണ്ടാണ് നാളെ നരകത്തിൽ ആദ്യം കിടക്കുന്ന ആളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ പറഞ്ഞത് ആലിമാണ്. പക്ഷേ അവൻ ആ ഇൽമു നേടിയതും ഇൽമു പറഞ്ഞു കൊടുത്തതും പഠിപ്പിച്ചതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ നല്ലൊരു ആലിമാണ് എന്ന് ആളുകൾ കാണണം, അറിയണം, ആളുകൾ പറയണം എന്നുള്ള ഉദ്ദേശത്തിലായതുകൊണ്ടാണ് നരകത്തിലായത്. ഇൽമു നേടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്തിനാണ് നാം ഇൽമു നേടുന്നത് എന്നുള്ളത്. ഒരിക്കലും ദീനി മസ്അലകളിൽ തർക്കിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ആലിമായി അറിയപ്പെടാൻ ഒന്നിനും വേണ്ടിയല്ല. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നമ്മുടെ ജഹല് മാറാൻ, നമുക്ക് അള്ളാഹുവിനെ അറിയാൻ, നമുക്ക് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ആരാധിക്കാൻ എന്ന നിയ്യത്തിലായിരിക്കണം ഇൽമു നേടേണ്ടത്. അപ്പോൾ ഈ ഒരു അപകടം പല തുല്ലാബുകളിലും യഥാർത്ഥ മൻഹജിൽ നിന്നുകൊണ്ട് തന്നെ ഇൽമു നേടുന്ന പല തുല്ലാബുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമാണത്. അത് ആ വിഷയത്തിൽ തുല്ലാബുകളെ ഇബ്ലീസ് തൽബീസിലാക്കുന്ന ഒരു മേഖലയാണത്. സൂക്ഷിക്കേണ്ട കാര്യമാണ്. അടുത്തത് ജദൽ അല്ലെങ്കിൽ തർക്കത്തിന്റെ അപകടത്തെ അറിയിക്കുന്ന ഒരു ഹദീസാണ്. وعن أبي أمامة رضي الله عنه مرفوعا أبو أمامة الباهلي رضي الله عنه ذكرنا النبي صلى الله عليه وسلم جرتكند ما ضل قوم بعد هدى كانوا عليه ഒരു സമൂഹം നേർമാർഗത്തിലായിരുന്ന ഹിദായത്തിലായിരുന്ന ഒരു സമൂഹം അവർ പിന്നീട് പിഴക്കുന്നില്ല ഇല്ലാ ഊതുൽ ജദൽ ഉണ്ടായതുകൊണ്ടല്ലാതെ തർക്കത്തിൽ മുഴുകിയതുകൊണ്ടും തർക്കത്തിലായതുകൊണ്ടുമല്ലാതെ അവർ എന്താകുന്നില്ല? ഹിദായത്തിലായതിനു ശേഷം പിഴച്ചു പോകുന്നില്ല. ثم تلا قوله تعالى പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു മാ വറബൂഹു ലക ഇല്ലാ ജദല ബൽ ഹും ഖൗമുൻ ഖസിമൂൻ. അവർ ഈ ഉപമയെല്ലാം പറഞ്ഞത് തർക്കത്തിന് വേണ്ടി മാത്രമാണ്, അവർ താർക്കികരാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്ത് കൊണ്ടുവന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹിദായത്തിലായി എന്നുള്ളത് ഒരിക്കലും ഹിദായത്തിൽ നാം നിലനിൽക്കും എന്നതിന്റെ തെളിവല്ല. ഹിദായത്തിലാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു അവൻ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ഹിദായത്തിൽ നിലനിൽക്കാനുള്ള പണിയെടുക്കുക എന്നുള്ളത് അതിലായ ആളുകൾ ചെയ്യേണ്ട കാര്യമാണ്. ആ ഹിദായത്തിൽ തെറ്റുമോ എന്നുള്ള ഭയവും ഉണ്ടാകണം, അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടാകണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി പാരായണം ചെയ്തിരുന്ന ദുആ ആയിരുന്നു എന്ത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹിദായത്തിൽ നിന്ന് തെറ്റില്ല എന്നൊരാൾ ഉറപ്പിച്ച് വിശ്വസിക്കുമായിരുന്നെങ്കിൽ അതിന് ഏറ്റവും യോഗ്യനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് ഈ ദുആ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഹിദായത്തിൽ നിന്ന് തെറ്റാൻ പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ ജദൽ. ഒരാവശ്യവുമില്ലാതെ ദീനിന്റെ വിഷയങ്ങളിൽ തർക്കിച്ചുകൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാവില്ല, ഒരാവശ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്റെ ഒരു വാദം അതാണ് ശരിയെന്ന നിലക്ക് വെറുതെ തർക്കിക്കാൻ വേണ്ടി മാത്രം മുഴുകുന്ന ആളുകൾ, അങ്ങനെ ആളുകളെ കാണാം. ദീന് എന്ന് പറഞ്ഞാൽ അവർക്ക് തർക്കിക്കാനുള്ള ഒരു കാര്യമാണ്. അവരെന്ത് കിട്ടിയാലും തർക്കിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്നതാണ് എന്തുണ്ടാകുന്നത്? ഹിദായത്തിൽ തെറ്റാനുള്ള ഒരു പ്രധാന കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. നമുക്ക് തർക്കിക്കാം, സംസാരിക്കാം, ഒക്കെ ചെയ്യാം. എപ്പോൾ? ഒരു ബാത്തിലായ വാദത്തെ എതിർക്കാൻ വേണ്ടി പറയാം, പക്ഷെ സമ്മതിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ഒരു കാര്യത്തെ നമുക്ക് എതിർത്ത് അത് ബാത്തിലാണ്, അള്ളാഹു അല്ലാതെ വേറെ ആളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ബാത്തിലാണ്, അത് നമുക്ക് പറയാം. അത് പറയണ്ട, റദ്ദ് ചെയ്യണ്ട, അല്ലെങ്കിൽ അതിനെ എതിർക്കണ്ട എന്നല്ല അതിന്റെ ഉദ്ദേശം. അതല്ലാതെ വെറുതെ ദീനിന്റെ മസ്അലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തർക്കിച്ചുകൊണ്ടേയിരിക്കുന്ന, ഇനി അല്ലാത്ത ചില കാര്യങ്ങളിൽ പോലും തന്നെ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട്. അത് ചെയ്യാൻ പാടില്ല. എന്നിട്ട് അതിനൊരു ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത്, ആയത്ത് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തിന്റെ അർത്ഥം മാ വറബൂഹു ലക ഇല്ലാ ജദല. അവർ ആ ഉപമ പറഞ്ഞത് തർക്കിക്കാൻ വേണ്ടി മാത്രമാണ്. ബൽഹും ഖൗമുൻ ഖസിമൂൻ, അവർ താർക്കികരായിട്ടുള്ള സമൂഹമാണെന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ മുശ്രിക്കുകളെയും കുഫാറുകളെയും പറ്റിയാണ്. സൂറത്തുൽ അംബിയായിലെ 98-99 ആയത്തുകൾ ഇറങ്ങിയ സമയത്ത് ഇന്നക്കും ആ ആയത്തിൽ പറയുന്നത് ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. അല്ലാഹു തആല മുശ്രിക്കുകളോടും കുഫാറുകളോടും പറയാണ്, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരും നരകത്തിന്റെ വിറവുകൊള്ളികളാണ്, നിങ്ങൾ അതിലേക്ക് വന്നെത്തുന്നവരാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് പിന്നെ എന്നിട്ട് പറഞ്ഞു ലൗകാന ഹൗലാഇ ആലിഹതൻ മാ വറദൂഹാ വകുല്ലും ഫീഹാ ഖാലിദൂൻ. അവർ യഥാർത്ഥ ഇലാഹുകളായിരുന്നെങ്കിൽ അവർ നരകത്തിൽ വരുമായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയാം. അപ്പൊ ഈ ആയത്ത് ഇറങ്ങിയപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്നത്, ഇപ്പൊ നസ്രാനികളാവട്ടെ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്നത് അമ്പിയാക്കളെയാണ്, ഔലിയാക്കളെയാണ്, സ്വാലിഹീങ്ങളെയാണ്, അവരെങ്ങനെ നരകത്തിലാവുക എന്ന് പറഞ്ഞു.
അതായത് അവരുടെ ഇലാഹുകൾ നരകത്തിലാകുന്ന അള്ളാഹു പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്നത് അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്വാലിഹ്യങ്ങളെയും മലക്കുകളേക്കുമാണല്ലോ, അവരൊക്കെ എങ്ങനെയാണ് നരകത്തിലാവുക എന്ന് തിരിച്ചു പറഞ്ഞു. ആ ഒരു വിഷയത്തെ പറ്റിയാണ് പിന്നീട് ഈ ആയത്ത് സൂറത്തു സുഖ്റുഫിലെ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, മാ വറബൂഹു ലക ഇല്ലാ ജദല. അതിന് മറുപടി വേറെ അള്ളാഹു തആല അവിടെ പറയുന്നുണ്ട്. അള്ളാഹു തആല മുൻകൂട്ടി രേഖപ്പെടുത്തിയ ആളുകൾ സ്വർഗത്തിലായിരിക്കും എന്നുള്ള പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്തിനെ സൂചിപ്പിക്കുന്നത്. മാ വറബൂഹു ലക ഇല്ലാ ജദല. അതുപോലുള്ള കാര്യങ്ങൾ ഒരാവശ്യമില്ലാതെ ഓരോ ഉപമ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നവർ അവരുദ്ദേശിക്കുന്നത് തർക്കിക്കാൻ വേണ്ടി, തർക്കത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കാനുള്ള സാഹചര്യം, ജൂതന്മാർ ഉസൈർ നബി ആരാധിച്ചപ്പോഴും നസ്രാനികൾ ഈസാ നബി ആരാധിച്ചപ്പോഴും അവരൊക്കെ ഈ ഒരു വാദം പറഞ്ഞത് ഈ തർക്കത്തിന് വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ നാടുകളിൽ നമ്മൾ അറിയാം, ഏതെങ്കിലും ഖബറിനെ ജാറത്തെ ആരാധിക്കുന്ന ആളുകളോട്, ഔലിയാക്കളെ ആരാധിക്കുന്ന ആളുകളോട്, സ്വാലിഹ്യങ്ങളോട് വിളിച്ചു തേടുന്ന ഇസ്തിഗാസ നടത്തുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അവരൊക്കെ അള്ളാഹിന്റെ ഔലിയാക്കളാണ്, അല്ലെങ്കിൽ അവർ ഇങ്ങനെ മരണപ്പെട്ടവരാണ്, അവര് പോയ നരകത്തിലോ സ്വർഗത്തിലാണെങ്കിൽ അവർ നരകത്തിലാണെങ്കിൽ ഞങ്ങൾക്കും അവിടെ മതി എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയുള്ള വാദങ്ങൾ തർക്കത്തിന് വേണ്ടി മാത്രം അവരെടുക്കുന്നതാണ്, അല്ലാതെ അതിൽ യാതൊരു ഹക്കുമില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. അപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ തർക്കിക്കുക എന്നുള്ളത് ഒരു വിഭാഗത്തെ വലാലത്തിലാക്കുന്നതാണ്. ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ട ഗുണം ഹക്ക് അന്വേഷിക്കുകയും അതറിഞ്ഞാൽ അതിൽ കീഴൊതുങ്ങുകയുമാണ് വേണ്ടത്. وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إن أبغض الرجال إلى الله الألد الخصم متفق عليه. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അബ്ഗദ റിജാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള, അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള ആളുകൾ എന്നുള്ളത് അൽ അലദ്ദു അൽ ഖസിം. അൽ അലദ് എന്ന് പറഞ്ഞാൽ ശദീദുൽ ഖുസൂമത്തി ബിൽ ബാത്തിൽ, ബാത്തിലായ കാര്യങ്ങളെ കൊണ്ട് വളരെയധികം തർക്കിക്കുന്ന ആള്. അൽ ഖസിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആള്. അലദ്ദ് എന്ന് പറഞ്ഞാൽ രണ്ടും താർക്കികൻ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അലദ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്തിലായതിൽ അങ്ങേയറ്റം തർക്കിക്കുന്ന ആള്. ഖസിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹുസൂമത്തിൽ അഥവാ തർക്കത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആൾ. ചില ആളുകൾക്ക് ഭയങ്കര കഴിവായിരിക്കും തർക്കിക്കാൻ. അങ്ങനത്തെ ആളുകളൊക്കെ ബാത്തിൽ പറഞ്ഞ് ഒരുപാട് ആളുകളെ പഴപ്പിക്കുന്നത് കാണാം. അപ്പൊ അങ്ങനെ കഴിവുള്ള ആള്, അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ അതിനകത്ത് ആ തർക്കിക്കാൻ വേണ്ടി ബാത്തിൽ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് അർഹരായിട്ടുള്ള ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിരിക്കുന്നു. അടുത്ത ഹദീസ് അൻ അബി വാഇൽ അൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല, അബൂ വാഇൽ ഉദ്ധരിക്കുകയാണ്, അബ്ദുല്ലാഹ് എന്നുള്ള അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് മസ്ഊദ്, അബൂ വാഇൽ ആകുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ആയിരിക്കും. ഖാല, അദ്ദേഹം പറഞ്ഞു, മൻ തലബൽ ഇൽമ ലിഅർബഇൻ ദഖല അന്നാറ, 4 കാര്യത്തിന് വേണ്ടി ഒരാൾ ഇൽമ നേടിക്കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഔ നഹ്വ ഹാദിഹിൽ കലിമ, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ഒരു വാക്ക് പറഞ്ഞു. നിങ്ങളുടെ നുസ്ഖയിൽ അബ്ദുള്ള പേരുണ്ടോ? ആരാ? അബ്ദുള്ള എന്നുള്ള ഇബ്നു മസ്ഊദ് പേരില്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള കാര്യം പറഞ്ഞു. 4 കാര്യങ്ങൾ. ലിയുബാഹിയ ബിഹിൽ ഉലമാ, ഉലമാക്കളുടെ അടുക്കൽ പെരുമ കാണിക്കാൻ വേണ്ടി, ഞാൻ അറിവുള്ള ആളാണ് എന്ന് മറ്റ് അറിവുള്ള പണ്ഡിതന്മാരുടെ അടുക്കൽ പെരുമ നടിക്കാൻ വേണ്ടി ഒരാൾ ഇൽമു നേടിയാൽ. ഔ ലിയുമാരിയ ബിഹി സുഫഹാ, അല്ലെങ്കിൽ വിഡ്ഢികളുമായിട്ട് അറിവില്ലാത്തവനുമായിട്ട് ഒരു കാര്യവുമില്ലാതെ തർക്കിക്കാൻ വേണ്ടി. ഔ ലിയസ്രിഫ ബിഹി വുജൂഹന്നാസ് ഇലൈഹി, അല്ലെങ്കിൽ ജനങ്ങളുടെ മുഖം അവരിലേക്ക് തിരിയാൻ, അവരുടെ മുമ്പിൽ ആലിമായി കാണിക്കാൻ. ഔ ലിയഖുദ ബിഹി മിനൽ ഉമറാ, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ അടുക്കൽ ആ അറിവ് കൊണ്ട് പ്രത്യേക ഭരണാധികാരികൾക്കടുക്കൽ ആ ഇൽമു കൊണ്ട് പ്രത്യേകം ഒരു സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി. ഈ 4 കാര്യങ്ങൾക്കെല്ലാം ഇൽമു നേടുന്നവർ അവർ എന്താണ്? നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ ഒരു ഹദീസിന്റെ അതേ ആശയം തന്നെയാണിത്. ഒന്നാമത്തേത് പണ്ഡിതന്മാർക്കിടയിൽ പെരുമ കാണിക്കാൻ വേണ്ടി, ഞാൻ ഇന്ന അറിവുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടി.
രണ്ട് വിഡ്ഢികളുമായി തർക്കിക്കാൻ വേണ്ടി 3 ആളുകൾ തന്നെ ആലിമായി കാണണം, ആളുകൾ എന്റെ സദസ്സിൽ വന്നിരിക്കണം, എന്നിലേക്ക് ആകർഷ്ടരാവണം എന്ന നിലക്ക് വേണ്ടി. 4-മത്തേത് പണ്ഡിതന്മാരുടെ അടുക്കൽ, നേരത്തെ 3 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. 4-മത്തേത് ഉമറാക്കൾക്കടുക്കൽ, ഭരണാധികാരിയുടെ അടുക്കൽ പ്രത്യേക സ്ഥാനവും പദവിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അഥവാ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അറിവുള്ള ആളുകൾക്ക് പ്രത്യേക സ്ഥാനം നൽകാറുണ്ട്. പക്ഷെ അത് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നേടാൻ തുടങ്ങിയാലോ അവർക്ക് സമ്പത്തും സ്ഥാനവും പദവിയൊക്കെ ഇസ്ലാമിക ലോകത്ത് ഭരണാധികാരികൾ നൽകാറുണ്ട്. എന്നാൽ അതിനുവേണ്ടി അതുദ്ദേശിച്ചുകൊണ്ട് ഒരാൾ അറിവ് നേടുക എന്നുള്ളത് എന്തല്ല, ഒരാൾക്ക് യോജിച്ചതല്ല. അങ്ങനെയുള്ള ആളുകൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന് നേരത്തെ പറഞ്ഞ അതേ ആശയം. അടുത്ത ഒരു അസർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ആലിമിന്റെ സിഫത്തുകൾ എന്താണ് എന്ന് പറയുന്ന ഒരു റിവായത്താണ്. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ലിഖൗമിൻ സമഅഹും യതമാറൂന ഫിദ്ദീൻ. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കേൾക്കുകയുണ്ടായി, ഒരു കൂട്ടം ആളുകൾ ദീനിന്റെ മസ്അലകളിൽ ഒരാവശ്യവുമില്ലാത്ത തർക്കിച്ചുകൊണ്ടിരിക്കുക, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, അനാവശ്യമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. പ്രത്യേകിച്ചും നമ്മുടെ നാടുകളിലെല്ലാം, അല്ലെങ്കിൽ പല ആളുകളിലും സാധാരണക്കാരായിട്ടുള്ള, അതായത് ഇൽമിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും പഠിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു മസ്അല എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പോലും അറിഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു തെളിവ് ഒരു ആയത്തിൽ നിന്നോ ഒരു ഹദീസിൽ നിന്നോ എങ്ങനെയാണ് തെളിവെടുക്കേണ്ടത് എന്നറിഞ്ഞിട്ടില്ലാത്ത അങ്ങനെയുള്ള ആളുകളൊക്കെ വലിയ വലിയ ഉലമാക്കൾ ചർച്ച ചെയ്യേണ്ട മസ്അലകളൊക്കെ ചർച്ച ചെയ്യുകയും അതിന്റെ പേരിൽ തർക്കിക്കുന്ന ആളുകളെയും കാണാം. ഇന്ന് കാലത്ത് എന്റെ അറിവ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ആക്കിയിട്ടും അതല്ലാത്തതിലൊക്കെ ഇതുപോലെയുള്ള ആളുകൾ അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ശരിയായി തോന്നിയ ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് അവർ തർക്കിക്കുന്നത് കാണാം. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നത് കാണാം. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത്, വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണത്. കാരണം അത് അവന്റെ ഹിദായത്തിൽ നിന്ന് അവൻ തെറ്റിപ്പോകാനും മറ്റുള്ള ആളുകൾക്ക് തെറ്റായ രീതിയിൽ ദീന് മനസ്സിലാകാനും കാരണമാകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മസ്അലകളിലെല്ലാം, ആളുകൾക്കിടയിൽ വലിയ ഫിത്നയാകുന്ന മസ്അലകളിലെല്ലാം സാധാരണക്കാർ മിണ്ടാതിരിക്കുകയും ഉലമാക്കൾ ആ വിഷയത്തിൽ സംസാരിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഉലമാക്കൾ ഒരു വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെയല്ല സാധാരണക്കാർ ഒരു വിഷയം സംസാരിക്കുമ്പോൾ. അത് രണ്ടും വ്യത്യാസമുണ്ട്, രണ്ടും വലിയ വ്യത്യാസമുണ്ട്. കാരണം ഒന്നിനെങ്ങനെ തെളിവെടുക്കണം, അതിന്റെ വജ്ഹ് എന്താണ്, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വീക്ഷണങ്ങൾ ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരും ഇതൊന്നും അറിയാതെ വെറുതെ ചർച്ച ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളും ഒരേ വിഷയം ചർച്ച ചെയ്യുന്നത് രണ്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഇതുപോലുള്ള മസ്അലകളിൽ മിണ്ടാതെ ഇരിക്കലാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അംസിക് അലൈക ലിസാനക്, ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നീ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ തർക്കിക്കുന്നത് കണ്ടപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, അമാ അലിംതും അന്ന ലില്ലാഹി ഇബാദൻ, നിങ്ങൾക്കറിയില്ലേ അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അസ്കതത്ഹും ഖശ്യത്തുല്ലാഹ്, അവർ മിണ്ടാതിരിക്കുന്നത്, അവർ നിശബ്ദരായിരിക്കുന്നത് അവരെ നിശബ്ദരാക്കിയത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്ത് ഉള്ളത് കൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. ഇൽമിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് ഖശിയത്തുല്ലാഹ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇൽമ് നേടുന്നതിന്റെ ഏറ്റവും ലക്ഷ്യമായി വെക്കേണ്ട കാര്യമാണ് ഖശിയത്തുല്ലാഹ്. എന്താണ് തെളിവ്? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. ഇൽമുള്ളവർക്ക് എന്തുണ്ടാവുള്ളൂ? ഖശിയത്ത് ഉണ്ടാവുകയുള്ളൂ. ഖശിയത്താണ് ഇൽമിന്റെ ലക്ഷ്യം. ഇമാം അഹ്മദ് എല്ലാം ആ കാര്യം പറഞ്ഞത് കാണാം. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ഭയം ഉണ്ടാവുക. ആ ഭയം കൊണ്ട് മിണ്ടാതിരിക്കുന്ന അള്ളാഹുവിന്റെ ചില അടിമകളുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ? മിൻ ഗൈരി സ്വമമിൻ വലാ ബക്കമിൻ, ബുക്മ എന്ന് പറയും, വലാ ബക്കമിൻ. അവർക്ക് സമം എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്തത്, ബുക്കും അല്ലെങ്കിൽ ബക്കം എന്നെല്ലാം പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയാത്ത, അവർ ബധിരരോ ഊമകളോ അല്ല. അവർക്ക് ഇതൊക്കെ അവർക്ക് ഇങ്ങനെ ചർച്ചകളൊക്കെ അവർ കേൾക്കുന്നുണ്ട്, അവർക്ക് സംസാരിക്കാൻ കഴിയാത്തോണ്ടും അല്ല. പക്ഷെ ഒരു അള്ളാഹിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് എന്ത് ചെയ്യാണ്? അവർ മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ? വൈന്നഹും ലഹും അൽ ഉലമാ, എന്നിട്ട് പറയുകയാണ് അവരാണ് യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാർ, അവർ അറിവുള്ളവരാണ്. അൽ ഫുസഹ, വളരെയധികം വാക്ചാതുര്യത്തോടുകൂടി കാര്യങ്ങൾ പറയാൻ കഴിവുള്ളവരാണ്. വത്തുലഖ, തുലഖ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ്. നുബല എന്ന് പറഞ്ഞാലും മഹത്തരമായ ഉന്നതമായ കരീമായിട്ടുള്ള ഷറഫുള്ള ആളുകളാണ്, ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ്. അൽ ഉലമാഉ ബി അയ്യാമില്ലാ,
യഥാർത്ഥ പണ്ഡിതന്മാരാണ് അവർ. ബി അയ്യാമില്ല എന്ന് പറഞ്ഞാൽ പൊതുവെ അയ്യാമില്ല എന്നുള്ള പദം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ പരിപൂർണമായിട്ടുള്ള, അപ്പൊ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ദിവസങ്ങൾ, അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പിലാകുന്ന ദിവസങ്ങൾ, പരലോകത്തെ കാര്യങ്ങൾ, അതിനൊക്കെ അയ്യാമില്ല എന്ന് പറയും. ഇവിടെ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് കൃത്യമായ അറിവുള്ള, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ട, അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ അറിവുള്ള ആളുകളാണ് അവർ. അഥവാ ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ മിണ്ടാതിരിക്കുന്ന ആളുകൾ. അവർക്ക് അറിവുണ്ട്, അവര് ഫസീഹാണ്, ഏറ്റവും നല്ല വാക്ചാതുര്യത്തോടുകൂടി ഒരു കാര്യം സംസാരിക്കാൻ കഴിവുള്ളവരാണ്, ശ്രേഷ്ഠരായ ആളുകളാണ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല ബോധമുള്ള ആളുകളാണ്. ഗൈറ അന്നഹും, അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദാ തദക്കറൂ അളമത്തല്ലാഹ്, അവരെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവരുടെ പ്രത്യേകതകൾ പറയാണ്. അവർ ഏത് തരത്തിലുള്ളവരാണ്? അവർ അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിച്ചാൽ താശത് ഉഖൂലുഹും, അവരുടെ ബുദ്ധികൾ അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ, അവരുടെ ബുദ്ധി, അവരുടെ ആ ചിന്ത തെറ്റിപ്പോകുന്നതാണ്, അഥവാ തകർന്നു പോകുന്ന അർത്ഥത്തിൽ. പാശ എന്ന് പറഞ്ഞാൽ പൊതുവെ അർത്ഥം ഒരു സാധനം ലക്ഷ്യത്തിന് തെറ്റിപ്പോകുന്നതിനാണ്. അഥവാ അവരുടെ ആ മനസ്സ് എന്തായി പോകും? അള്ളാഹുവിന്റെ അളമത്ത് കാരണത്താൽ തെറ്റിപ്പോകുന്ന. വൻകസറത് ഖുലൂബുഹും, ഖൽബ് പൊട്ടിത്തകർന്നു പോകും. വൻഖതഅത് അൽസിനതുഹും, അവരുടെ നാവ് മുറിഞ്ഞു പോകും. മുറിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അതായത് അത്രത്തോളം അള്ളാഹുവിന്റെ മഹത്വത്തിന് മുമ്പിൽ അവർ പൊട്ടിത്തകരുന്ന അറിയിക്കാൻ വേണ്ടി ഓരോ ഇനത്തിൽ പറഞ്ഞതാണ്. ആ നിലക്ക് അവർ അള്ളാഹുവിന് മുമ്പിൽ ഭയം കൊണ്ട് തകർന്നു പോകും. ഹത്താ ഇസ്തഫാഖു മിൻ ദാലിക്, അങ്ങനെ അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ പൊട്ടിത്തകർന്ന ഒരു അവസ്ഥയ്ക്ക് ശേഷം അവർക്ക് വീണ്ടും ബോധം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ, സാധാരണ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ തസാറഉ ഇലല്ലാഹി ബിൽ അഅമാലി സാക്കിയ, പരിശുദ്ധമായ കർമ്മങ്ങളിലേക്ക് അവർ ധൃതിപ്പെട്ട് മുന്നേറും. അതായത് യഥാർത്ഥ പണ്ഡിതന്മാരുടെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്ന ആളുകളോട് പറയാണ്, ചില ആളുകളോട് മിണ്ടാതിരിക്കുന്നുണ്ട്. അവർക്ക് കേൾക്കാത്തത് കൊണ്ടോ സംസാരിക്കാൻ അറിയാത്തോണ്ടോന്നല്ല, അവരാണ് ഏറ്റവും നല്ല അറിവും കഴിവൊക്കെ ഉള്ളവര്. അള്ളാഹുവിന് അവരുടെ വിശേഷണം പറയാണ്, അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അവർ തകർന്നു പോകും. അവരുടെ ചിന്തയും കൽബും നാവും സംസാരവും എല്ലാം തകർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അവർക്ക് അവർ ആ അവസ്ഥയിൽ നിന്ന് മാറിയാൽ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറുന്നവരാണ് അവർ. യഅുദ്ദൂന അൻഫുസഹും മഅൽ മുഫർരിത്തീൻ, അവർ അവരുടെ സ്വന്തത്തെ കാണുന്നത് മുഫർരിത്തീങ്ങളുടെ കൂട്ടത്തിലാണ്. അഥവാ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ അലംഭാവം കാണിക്കുന്ന, കുറവേക്കെ ചെയ്യുന്നുള്ളൂ എന്ന് കാണിക്കുന്നതിലാണ് അവർ സ്വന്തത്തെ പരിഗണിക്കാറുള്ളത്. വൈന്നഹും ലഅഖിയാസുൻ അഖ്വിയാ, അവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവരും ഏറ്റവും ശക്തമായ ഈമാനുള്ളവരും. അതായത് യഥാർത്ഥ ഇൽമുള്ള ആളുകൾ അവർ സ്വന്തത്തിൽ എന്താണ് അവർ വിചാരിക്കാറുള്ളത്? ഞങ്ങള് വീഴ്ച വരുത്തുന്ന ആളുകളാണ്, കുറവ് വരുത്തുന്ന ആളുകളാണ് എന്നാണ് അവർ വിചാരിക്കാറുള്ളത്. പക്ഷേ അവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും. അവർ എപ്പോഴും ചിന്തിക്കാറുള്ളത് ഞങ്ങൾ അബദ്ധങ്ങൾ സംഭവിക്കുന്ന, തെറ്റിപ്പോകുന്ന ആളുകളാണ് എന്നുള്ളതാണ്. വൈന്നഹും ലാ ബിറാറുൻ ബുറാ, അവരാണ് ഏറ്റവും പുണ്യം ചെയ്യുന്നവരും ഒരു കുഴപ്പമില്ലാതെ ഒരു വഴികേടെന്ന് പെടാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരും. അഥവാ എത്ര നല്ല രീതിയിലാണെങ്കിലും അവർ സ്വന്തത്തെ ആ രീതിയിൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. എന്നിട്ട് പറഞ്ഞു, അലാ ഇന്നഹും ലാ യസ്തക്സിറൂന ലഹു അൽ കസീർ, അവർ എത്ര കുറേ കർമ്മം ചെയ്താലും, എത്ര കർമ്മങ്ങൾ കൂടുതൽ ചെയ്താലും അതൊന്നും കൂടിപ്പോയി എന്നുള്ളത് അവർ ചിന്തിക്കുകയില്ല. ലാ യർബൗന ലഹു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് അവർ തൃപ്തിപ്പെടില്ല. അതായത് അവര് എത്ര കുറെ കർമ്മം ചെയ്താലും അവരെന്തായില്ല, അതൊരു കുറെ ചെയ്തു എന്ന നിലക്ക് അവരെന്ത് ചെയ്യില്ല, കണക്കുകൂട്ടില്ല. എന്നാൽ അതുകൊണ്ട് അവർ കുറച്ച് മാത്രം ചെയ്യുന്ന ആളുകളാണോ? ലാ യർബൗന ലഹു ബിൽ ഖലീൽ, കുറച്ച് ചെയ്താൽ അവർ തൃപ്തിപ്പെടില്ല. അതായത് ഏറ്റവും കുറെ ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കും, പക്ഷെ അവരതൊന്നും എന്തായില്ല, അവരപ്പോഴും മനസ്സിലാക്കുക എന്താണ്, ഞങ്ങൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ എന്ന നിലയ്ക്ക് അവർ ചിന്തിക്കുകയുള്ളൂ. വലാ യുദില്ലൂന അലൈഹി ബിഅഅമാലിഹിം, അവർ തന്റെ കർമ്മങ്ങൾ കൊണ്ട് ഇദ്ലാല് കാണിക്കുകയില്ല. ഇദ്ലാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഒരു കർമ്മം കൊണ്ട് എനിക്ക് പ്രത്യേകത കിട്ടാൻ ഞാൻ അവകാശിയാണ് എന്ന് പറയൽ. അതായത് ഇപ്പോ ഒരാള് പിന്നെ കുറെ നിസ്കരിച്ചു, കുറെ നോമ്പ്, കുറെ സ്വതക്ക കൊടുത്തു, അയാൾ സ്വയം വിചാരിക്കുകയാണ് അള്ളാന്റെ അടുക്കൽ ഞാൻ ഒരു ഔലിയായിരിക്കും, അള്ളാന്റെ അടുക്കൽ ഇന്ന സ്ഥാനമുണ്ട്, അള്ളാന്റെ അടുക്കൽ ഇങ്ങനെ പരിഗണിക്കും. അങ്ങനെ ഒരാൾ ചിന്തിക്കുന്നതിനാണ് ഇദ്ലാല് എന്ന് പറയുക. അവർ അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവർക്ക് ഇദ്ലാൽ ഉണ്ടാവുകയില്ല. അഥവാ അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം ഞാൻ അതിന് അർഹനാണ് എന്ന നിലക്ക് അവർ പരിഗണിക്കുകയില്ല. ഹൈസുമാ ലഖീതഹും, നിങ്ങൾ എവിടെ വെച്ച് എങ്ങനെ നിങ്ങൾ അവരെ കണ്ടാലും,
മുഹ്തമ്മൂന മുഷ്ഫഖൂൻ, അവർ ഏതവസ്ഥയിലായിരിക്കും? അവർ ഈ വിഷയത്തെ ചിന്തിച്ചുകൊണ്ട് അതുപോലെ തന്നെ ആ ഒരു അവസ്ഥയിൽ ബേജാറോടുകൂടിയായിരിക്കും. ഹൈസുമാ ലഖീതഹും മുഹ്തിമ്മൂന മുഷ്ഫിഖൂൻ, അവർ ചിന്തിക്കുന്നവരും അതുപോലെ തന്നെ ഭയപ്പെടുന്നവരുമായിരിക്കും. വജിലൂന ഖായിഫൂൻ, അതുപോലെ തന്നെ ഭയമുള്ള, ഹൃദയത്തിൽ എപ്പോഴും പേടിയുള്ള ആളുകളുമായിരിക്കും. റവാഹു അബൂ നുഐം. ഇത് യഥാർത്ഥ ഒരു ആലിമിന്റെ സിഫത്തായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങളാണ്. യഥാർത്ഥ ഒരു ആലിമിന്റെ വിശേഷണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നോക്കി നോക്കൂ, ഇതിൽ പ്രധാനപ്പെട്ട ഭാഗം അസ്കതത്ഹും ഖശിയത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ, ആ ഭയം കൊണ്ട് ഉണ്ടാതിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരറിവില്ലാത്തത് കൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടല്ല, അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താലാണ്. പിന്നെ അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞു. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ അളമത്ത് ആലോചിക്കുമ്പോൾ പൊട്ടിത്തകർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അവർ കർമ്മങ്ങൾ അവരെപ്പോഴും സ്വന്തത്തിൽ കുറവാണ് എന്നേ ചിന്തിക്കുകയുള്ളൂ. നല്ല കർമ്മങ്ങളിലേക്ക് മുന്നേറുന്നവരാണ്. എത്ര നല്ല കർമ്മം ചെയ്താലും ഞങ്ങൾ കുറെ ചെയ്തു എന്ന് അവർ ചിന്തിക്കില്ല, കുറഞ്ഞുപോയി എന്നേ അവരെ മനസ്സിലുണ്ടാവുകയുള്ളൂ. എപ്പോൾ അവരെ കാണുമ്പോഴും അവർ ഈ പരലോകത്തിന്റെ ചിന്തയിലും അതുപോലെ പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന ആളുകളായിരിക്കും. അവർ ഹിമ്മത്തുള്ള, എപ്പോഴും ആ ചിന്തയിൽ മുഴുകുന്ന, ഷഫഖത്തുള്ള, അവർ പരലോകത്തെ ഭയപ്പെടുന്ന ആളുകളായിരിക്കും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ തുല്ലാബുകൾ ആകേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു ഇൽമു നേടുന്ന ഒരാൾ ഉണ്ടാകേണ്ട രീതിയാണ്. അനാവശ്യ സംസാരങ്ങളിലേക്ക് പോകേണ്ട. ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, ഇൽമു നേടുന്ന തുല്ലാബുകൾക്കിടയിലുള്ളതാ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നാൽ ഞാൻ അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളാണെന്ന് ആളുകൾ വിചാരിക്കും, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കും എന്ന നിലക്കൊക്കെ പോയി സംസാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നാം എന്തിനാണ് നേടുന്നത്, എന്തിനാണ് ഇൽമു നേടുന്നത്, എന്തിനാണ് ഇത് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ലക്ഷ്യം, ആ ബോധത്തിൽ ജീവിക്കുകയാണ്. അതുപോലെ തന്നെ ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, അഅമാലുകൾ അത് അതിനോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇൽമു യഥാർത്ഥ രീതിയിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. പിന്നൊന്നും അതിൽ പറഞ്ഞത്, ഒരിക്കലും ഉജ്മിനോ ഇദ്ലാലിനോ ഒരു സ്ഥാനവും നമ്മൾ കൊടുക്കരുത്. എത്ര കർമ്മം ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ അത് കുറവായിക്കൊണ്ട് തന്നെ ചിന്തിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല. അടുത്ത ഒരു അസറാണ് ഖാൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, വസമിഅ ഖൗമൻ യതജാദലൂൻ, അദ്ദേഹം ഒരിക്കൽ ചില ആളുകൾ തർക്കിക്കുന്നത് കേട്ടു. അവർ പരസ്പരം അവരുടെ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്നത് കേട്ടു. അപ്പോ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഹസൻ ബസ്രി അങ്ങേയറ്റം ഇൽമുള്ളതും അതുപോലെ തന്നെ ജാഹിദുമായിട്ടുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിട്ടുള്ള ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റയിലാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് വളരുന്നത്. സഹാബികളുടെ കാലത്ത് ജീവിച്ച താബിഈയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാം ഹസൻ ബസ്രിയുടെ വാക്ക് കേട്ടിട്ട് ആരാണ് അമ്പിയാക്കളുടെ വാക്ക് പറയുന്ന ആ വ്യക്തി എന്ന് ചോദിക്കേണ്ടായിട്ടുണ്ട്. ബസറയിലെ ഏറ്റവും അദ്ദേഹത്തിന് മദ്ഹബ് ഉണ്ടായിരുന്നു, ഹസൻ ബസ്രിയുടെ മദ്ഹബ് ഉണ്ടായിരുന്നു. ഇന്നും അതിന്റെ ചില കിതാബുകളൊക്കെ അടിച്ചിറക്കപ്പെടുന്നുണ്ട് എന്ന് കേട്ട് കാണാം. അല്ലാഹു ആലം. ബസ്റയിലെ പിന്നെ അദ്ദേഹത്തിന്റെ മദ്ഹബാണ് അന്ന് ബസ്റയിൽ ആളുകൾ പിൻപറ്റിയിരുന്നത്. അദ്ദേഹം മൗലയായിരുന്നു, അഥവാ അടിമയുടെ സ്ഥാനത്തായിരുന്നു, ഇൽമു കൊണ്ട് ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേർന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ആളുകൾ തർക്കിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹഉലാഇ ഖൗമുൻ മല്ലു അൽ ഇബാദത, ഈ കൂട്ടർ അവർക്ക് ഇബാദത്ത് മടുപ്പായിട്ടുണ്ട്, ഇബാദത്തിനോട് മടുപ്പായിട്ടുണ്ട്. അതാണ് തർക്കിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന്റെ സമയമാണ് എന്തിനു പോകുന്നത്? തർക്കിക്കാൻ വേണ്ടി എടുക്കുക. ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഒരു സമയം എന്തിനെടുക്കുക? ഇതുപോലെയുള്ള തർക്കങ്ങൾക്ക് വേണ്ടി എടുക്കും. അപ്പൊ ആളുകൾ തർക്കിക്കുക കണ്ടപ്പോ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ കൂട്ടർ അവർക്ക് ഇബാദത്ത് മടുത്തു പോയിട്ടുണ്ട്, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ള മടുത്തു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ തർക്കത്തിൽ മുഴുകുന്നത്. വഖഫ അലൈഹിമുൽ ഖൗൽ, അവർക്ക് വാക്ക് പറയുക, സംസാരിക്കുക എന്നുള്ളത് ഭാരം കുറഞ്ഞ ഒരു കാര്യം, എളുപ്പമായി പോയിട്ടുണ്ട്. അഥവാ വെറുതെ തർക്കിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല, അത് വെറുതെ ഭാരം കുറഞ്ഞൊരു കാര്യമായി, എളുപ്പമായ ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. വഖല്ല വറഉഹും ഫതകല്ലമു, അവരുടെ വറഅ് കുറഞ്ഞു പോയിട്ടുണ്ട്. വറഅ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരക്തി അഥവാ സൂക്ഷ്മതയുടെ 3 അവസ്ഥകളാണുള്ളത്. ഒന്ന് തഖ്വ, അതിന്റെ മേലെ വറഅ്, അതിന്റെ മേലെ സുഹദ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഹറാമായത് ഒഴിവാക്കുക,
വറഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമുള്ളതും അതുപോലെ തന്നെ വെറുക്കപ്പെട്ടതും സംശയമുള്ള കാര്യങ്ങൾ പോലും ഒഴിവാക്കുന്ന ഒരവസ്ഥ. സുഹദ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന അവസ്ഥ. ഇതാണ് തഖ്വയുടെ 3 മർത്തബകൾ. അടിസ്ഥാനമായത് തഖ്വ, നിർബന്ധമാണ്, ഹറാമായത് ഒഴിവാക്കുക എന്നുള്ളത്. അതിന്റെ മേലെ വറഅ്, സംശയമുള്ളതും ഒഴിവാക്കുക എന്നുള്ളത്. സുഹദ്, പരലോകത്തേക്ക് ഉപകാരമുള്ള സംസാരമാകട്ടെ പ്രവർത്തനമാകട്ടെ മാത്രം മുഴുകുക എന്നുള്ളത്. അപ്പോ അവരുടെ ഈ വറഅ് എന്നുള്ള ഇത് 3 എണ്ണമാണ്. ഇതില് വറഅ് ഉപയോഗിക്കുമ്പോൾ ഈ 3 അർത്ഥത്തിലും കൂടി ഉപയോഗിക്കാറുണ്ട്. തഖ്വയുടെയും സുഹദിന്റെയും അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് വറഅ് എന്നുള്ളത്. ഓരോന്ന് പറയുമ്പോൾ ഇതാണ് അർത്ഥവ്യത്യാസം. അപ്പൊ ഇവർക്ക് സൂക്ഷ്മത കുറഞ്ഞു പോയിട്ടുള്ള ആളുകളാണ് ഇവർ. ഫതകല്ലമു, അതുകൊണ്ടാണ് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഹസൻ ബസരി റഹിമഹുല്ലാ പറയുകയാണ്. അഥവാ മുൻഗാമികൾ വളരെ ഗൗരവത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ദീനിന്റെ വിഷയത്തിൽ വെറുതെ അനാവശ്യമായിട്ട് ഒരു ഉപകാരവും ഇല്ലാതെ തർക്കിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷെ ഇന്ന് കാലത്ത് ആളുകൾ ഏറ്റവും മുഴുകുന്ന ഒരു കാര്യമാണ്. ഇതിൽ പറഞ്ഞു നോക്കൂ, അവർക്ക് അവർക്ക് ഇബാദത്ത് മടുത്തു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തർക്കത്തിൽ അവർ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ തർക്കത്തിനുള്ള സമയം അവർക്ക് കിട്ടുന്നത് ഇബാദത്ത് ചെയ്യാൻ അവർക്ക് മടുത്തു പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. അടുത്തത് وعن أبي أمامة رضي الله عنه مرفوعا الحياء والعي شعبتان من الإيمان والبذاء والبيان شعبتان من النفاق رواه الترمذي. തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള റിവായത്താണ് അബൂ ഉമാമ മർഫൂആയി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അൽ ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ, ഇസ്ലാമിന്റെ സ്വഭാവമാണ്, ഖുലുഖുൽ ഇസ്ലാമാണ് അൽ ഹയാ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എല്ലാ ദീനിനും ഒരു സ്വഭാവം ഉണ്ടാകും. ഇസ്ലാമിന്റെ സ്വഭാവം എന്താണ്? അൽ ഹയാ ആണ്, ലജ്ജ. എല്ലാ നന്മകളുടെയും അടിസ്ഥാനമാണ് ലജ്ജ എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ മിഫ്താഹു ദാരിസ് സആദയിൽ പറയുന്നത് കാണാം. ഒരാൾ എന്ത് സൽക്കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ലജ്ജ ഒരു തരത്തിൽ കാരണമായിരിക്കും. അതിൽ അള്ളാഹുവിനോടുള്ളത് അല്ലെങ്കിൽ സൃഷ്ടികളോടുള്ളത് ഏതെങ്കിലും ഒരു കാരണം. ഒരാൾ വസ്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലജ്ജയുള്ളതുകൊണ്ടാണ്. ആളുകൾ കാണുമ്പോൾ എന്താവും? അല്ലെങ്കിൽ ഒരാൾ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള ലജ്ജ കൊണ്ടുണ്ടാകും. ഇനി അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടുള്ള ലജ്ജ കൊണ്ടെങ്കിലും ഉണ്ടാകും. അങ്ങനെ ഏതൊരു കാര്യത്തിന്റെയും പിന്നിലുണ്ടാകുന്ന ഏതൊരു സൽക്കർമ്മത്തിന്റെയും അടിസ്ഥാന കാരണം അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ് ലജ്ജ, അൽ ഹയാ എന്നുള്ളത്. അൽ ഇയ്യ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സംസാരം എന്നുള്ളതാണ്. അധികമായി സംസാരിക്കാതെ കുറഞ്ഞു സംസാരിക്കുക, അതാണ് വൽ ഇയ്യ് എന്ന് പറഞ്ഞാൽ. ശുഅബതാനി മിനൽ ഈമാൻ, അത് രണ്ടും ഈമാനിന്റെ 2 ഭാഗങ്ങളാണ്. ഈമാനിന്റെ ഭാഗങ്ങളാണ്. 1 ലജ്ജയുണ്ടാവുക എന്നുള്ളത്, 2 കുറഞ്ഞ സംസാരം എന്നുള്ളത്, അധികമായി സംസാരിക്കാതെ കുറഞ്ഞ സംസാരം ഉണ്ടാവുക എന്നുള്ളത്. ഇനി അതിനെതിരായിട്ടുള്ള 2 കാര്യങ്ങൾ വൽബദാ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായ ഫഹ്ശത്തുകളും തെമ്മാടിത്തരങ്ങളും മ്ലേച്ഛതകളും അതെല്ലാം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആ ഒരവസ്ഥ. ലജ്ജയുടെ നേരെ ഓപ്പോസിറ്റ്, ലജ്ജയില്ലാത്തൊരവസ്ഥ എന്താ ഉണ്ടാവുക? അതാണ് ബദാ എന്ന് പറയുന്നത്. വൽ ബയാൻ എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഒരു കാര്യം അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് സംസാരം മതിയാകാത്ത ഒരു വിശദീകരിച്ചുകൊണ്ടും വർത്താനം പറഞ്ഞുകൊണ്ടും അങ്ങനെ അധികരിച്ച സംസാരം. ഈ 2 എണ്ണം ശുഅബതാനി മിനൻ നിഫാഖ്, നിഫാഖിന്റെ 2 ഭാഗങ്ങളുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോ ഇത് തർക്കവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതാണ് ഇവിടെ വിഷയം. ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം സംസാരം കുറക്കുക, ആവശ്യമുള്ള വിഷയങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ഈമാനിന് നല്ലത്. അധികരിച്ച സംസാരം കൂടുതൽ അബദ്ധങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി ചേർക്കും. എത്ര നമ്മൾ സംസാരിക്കുന്നുവോ അത്രത്തോളം സംസാരത്തിൽ ഗീബത്തും നമീമത്തും കളവും മറ്റൊരാളെ വേദനിപ്പിക്കാനുള്ള സാധ്യത കൂടും. എത്ര സംസാരം കുറക്കുന്നുവോ അത്രത്തോളം പലതിൽ നിന്ന് നമ്മൾ എന്തായിരിക്കും? രക്ഷപ്പെട്ട അവസ്ഥയിലായിരിക്കും. അതിന്റെ അർത്ഥം ഒന്നും മിണ്ടരുത് എന്നല്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കുന്നവൻ, ഒരു തെറ്റിനെതിരെ മിണ്ടാതിരിക്കുന്നവൻ അല്ലെങ്കിൽ നന്മ കൽപ്പിക്കാതിരിക്കുന്നവൻ മിണ്ടാതിരിക്കുന്ന പിശാചിനെ പോലെയാണെന്ന് പറഞ്ഞു കാണാം. സംസാരിക്കേണ്ടത് സംസാരിക്കണം, പക്ഷെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്ന് മിണ്ടാതിരിക്കുക എന്നുള്ളത് ഈമാനിന്റെ അടയാളവും. അനാവശ്യമായി സംസാരിക്കുക, അതുപോലെ മ്ലേച്ഛമായ കാര്യങ്ങളെല്ലാം ഒരു മടിയുമില്ലാതെ ലജ്ജയുമില്ലാതെ സംസാരിക്കുക എന്നുള്ളത് നിഫാഖിന്റെ ഭാഗവുമാണ്. ഈമാനിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഒരു ഹദീസിൽ കാണാം അൽ ഈമാൻ ബിദ്ഉൻ വസിത്തൂന ശുഅബ, 60 ചില്ലാനം, അല്ലെങ്കിൽ ചില ഹദീസിൽ 70 ചില്ലാനം ശാഖകളുണ്ട് എന്ന് പറഞ്ഞു കാണാം. അതിൽപ്പെട്ടതാണ് ശാഖകളാണ് ഹയാ എന്നുള്ളത്, അതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ കുറഞ്ഞ സംസാരം എന്നുള്ളതും അതിൽപ്പെട്ടതാണ്. അടുത്ത ഹദീസ് വൻ അബി സഅലബത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ സഅലബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ഇന്ന അഹബ്ബക്കും ഇലയ്യ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, വഅഖറബക്കും മിന്നി യൗമൽ ഖിയാമ, നാളെ യൗമുൽ ഖിയാമയിൽ എന്നോട് ഏറ്റവും അടുത്തിട്ടുണ്ടാകുന്ന ആളുകൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. രണ്ട്, പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് ഏറ്റവും അടുത്തിട്ടുള്ളവർ എന്നുള്ളതാണ്. അഥവാ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് അടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലൊരു സ്ഥലമില്ല, അതിനേക്കാൾ നല്ലൊരു സ്ഥാനമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. ഹുസ്നുൽ ഖുൽഖ്, ഒരു മനുഷ്യന്റെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന, അവനെ ഏറ്റവും ഉന്നതമായ രാത്രി നിസ്കരിക്കുന്ന, പകൽ നോമ്പ് കൊടുക്കുന്ന ഒരാളുടെ ദറജയിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. ഹുസ്നുൽ ഖുൽഖ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അള്ളാഹുവിനോടുള്ളത്, രണ്ട് സൃഷ്ടികളോടുള്ളത്. അള്ളാഹുവിനോടുള്ള നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ്, അള്ളാഹുവിനനുസരിക്കുക എന്നീ കാര്യങ്ങൾ. സൃഷ്ടികളോടുള്ളത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഓരോ മേഖലയിലും ഓരോ സമയത്തുമുള്ള അതിൻ്റെതായ സ്വഭാവ ഗുണങ്ങൾ. അപ്പൊ ഈ ഹുസ്നുൽ ഖുലുഖ് എന്നുള്ളത് പരലോകത്ത് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൽ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഏറ്റവും സ്ഥാനം കിട്ടുന്നതാണ്. ഒരാളുടെ സൽസ്വഭാവത്തിനെ അളക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരാൾ നല്ല സ്വഭാവമുള്ളവനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല കാരണങ്ങൾ എന്താണ്? അവന്റെ സംസാരമാണ്. ഒരാളുടെ സ്വഭാവം നമ്മൾ അളക്കുക എന്തുകൊണ്ടാണ്? അവന്റെ സംസാരം കൊണ്ടാണ്. കാരണം അവന്റെ കൽബിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് അവന്റെ നാവിലൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാളുടെ സ്വഭാവത്തെ പരിഗണിക്കുന്നതിൽ അടിസ്ഥാനമായി പരിഗണിക്കുന്നത് അവന്റെ സംസാരമായിരിക്കും. അതുകൊണ്ട് തന്നെ സംസാരം നല്ല രീതിയിലാക്കുക, അനാവശ്യമായി ഒഴിവാക്കുക എന്നുള്ളത് നല്ല സ്വഭാവം ഉണ്ടാകാൻ കാരണമാകുന്ന കാര്യമാണ് എന്ന് പറയുന്നു. വൈന അബ്ഗദകും ഇലയ്യ വഅബഅദകും മിന്നി, എന്നിൽ നിന്ന് ഏറ്റവും ദൂരെയാകുന്ന, പരലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതും അത് ദേഷ്യമുള്ളതും അതുപോലെ എന്നിൽ നിന്ന് ഏറ്റവും വിദൂരത്താകുന്ന ആളുകൾ, മിന്നി മസാവിഇകും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകളാണ്. മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകളായിരിക്കും ഏറ്റവും എന്നിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മോശപ്പെട്ട സ്വഭാവത്തിന്റെ വിശേഷണങ്ങൾ പറയുകയാണ്. അസ്സർസാറൂൻ വൽ മുതശദ്ദിഖൂൻ വൽ മുതഫൈഹിഖൂൻ. സർസാറൂൻ, മുതശദ്ദിഖൂൻ വൽ മുതഫൈഹിഖൂൻ. എന്താണ് ആ മൂന്നെണ്ണം? സർസാറൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുമുല്ലദീന യുക്സിറൂനൽ കലാമ തഖല്ലുഫൻ വഖുറൂജൻ അനിൽ ഹഖ്, ഹക്കല്ലാത്ത ബാത്തിലായ കാര്യങ്ങൾ ധാരാളമായി സംസാരിക്കുന്ന ആളുകൾ, കൃത്രിമമായിട്ട് അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ധാരാളമായി സംസാരിക്കുന്നവർ. മുതശദ്ദിഖൂൻ എന്ന് പറഞ്ഞാൽ വഹുമുൽ മുതവസ്സിഊന ഫിൽ കലാമി മിൻ ഗൈരി ഇഹ്തിറാദിൻ വഇഹ്തിയാത്തിൻ, സംസാരിക്കുന്നതിൽ ഒരു ശ്രദ്ധയുമില്ലാതെ ഒരു സൂക്ഷ്മതയുമില്ലാതെ സംസാരിക്കുന്ന ആളുകൾ. സർസാറു എന്ന് പറഞ്ഞാൽ ബാത്തിലായ ഹക്കല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക. മുതശദ്ദിഖൂൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഹ്തിയാത്തും ഒരു സൂക്ഷ്മതയുമില്ലാതെ സംസാരിക്കുന്നവർ. മുതഫൈഹിഖൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഫ്തഹൂന ബിഹി അഫ്വാഹഹും തകബ്ബുറൻ, കിബറോടുകൂടി അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്നവർ, ഉജ്ബോടുകൂടി കിബറോടുകൂടി സംസാരിക്കുന്ന ആളുകൾ, അതാണ് മുതഫൈഹിഖൂൻ. ഇതൊക്കെ സംസാരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ മോശപ്പെട്ട സ്വഭാവം പറഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞത്? സംസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ സ്വഭാവം മോശമാകാൻ അവന്റെ സംസാരം മോശമായ മതി. അപ്പോൾ ആ സംസാരത്തിൽ അനാവശ്യമായ തർക്കങ്ങൾ മുഴുകുക എന്നുള്ളത് ഒരാളുടെ സ്വഭാവം മോശമാണ് എന്നുള്ളതിന്റെ അടയാളമാണ്. അത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവനെ എത്തിക്കുക. وعن سعد بن أبي وقاص رضي الله عنه قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يخرج قوم يأكلون بألسنتهم كما تأكل البقر بألسنتها. لا تقوم الساعة عندنا സംഭവിക്കുക ഇല്ല ഹത്താ യഖ്റുജ ഖൗമുൻ, ഒരു കൂട്ടർ വരാതെ അഥവാ ഒരു കൂട്ടർ ഇവിടെ ഉണ്ടാകാതെ. അവരുടെ പ്രത്യേകത എന്താണ്? യഖുലൂന ബി അൽസിനതിഹിം, അവരവരുടെ നാവ് കൊണ്ടാണ് തിന്നാനുള്ളത് കണ്ടെത്തുക. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നാവ് കൊണ്ടാണ് കണ്ടെത്തുക. കമാ തഅകുലുൽ ബഖറു ബി അൽസിനതിഹാ, ഏതുപോലെ ഒരു പശു അതിന്റെ നാവ് കൊണ്ട് പുല്ലും മറ്റുമെല്ലാം തിന്നുന്നത് പോലെ. അടുത്ത ഹദീസ് കൂടി ഇതേ ആശയാണ് കൂടി പറഞ്ഞിട്ട് ഇതിന് എന്താണ് കാര്യമെന്ന് പറയാം. وعن عبد الله بن عمرو رضي الله عنهما مرفوعا إن الله يبغض البليغ من الرجال. അല്ലാഹു തആല വെറുക്കുന്നു ആളുകളിൽ ബലീഗായിട്ടുള്ള അഥവാ
വാക്ചാതുര്യത്തോടുകൂടി അനാവശ്യമായി സംസാരിക്കുന്നവർ. അല്ലദീ യതഖല്ലലു ബിലിസാനിഹി, അവരെങ്ങനെയുള്ളവരാണ്? അവരവരെ നാവിട്ടടിക്കുന്നു, അത് നാവിട്ട് ചിലക്കുന്നു. തഖല്ലല എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നതിനാണ് നാവിട്ടടിക്കുക എന്ന് പറയുന്നത്. കമാ തതഖല്ലലുൽ ബഖറതു ബിലിസാനിഹാ, പശുക്കൾ അതിന്റെ നാവ് കൊണ്ട് ആ നാവിട്ട് കാണിക്കുന്നത് പോലെ. ഇവിടെ ഉദ്ദേശം നാവ് കൊണ്ട് ഭക്ഷിക്കുക അല്ലെങ്കിൽ ഭക്ഷണം ഇതാവുക എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരെ മദ്ഹ് ചെയ്തുകൊണ്ട്, മറ്റുള്ളവരെ പ്രശംസിച്ചുകൊണ്ട് അവർക്ക് തിന്നാനുള്ള വകുപ്പുണ്ടാക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഭരണാധികാരിയുടെ അടുക്കലൊക്കെ അനാവശ്യമായിട്ട് അവരെ മദ്ഹ് ചെയ്ത് പറഞ്ഞുകൊണ്ടും, അതല്ലെങ്കിൽ തനിക്ക് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി സംസാരം ഉപയോഗിച്ചുകൊണ്ട് അവരെങ്ങനെ പുകഴ്ത്തി പറയും, അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടും? കുറെ സമ്പത്തും സൗകര്യങ്ങളും കിട്ടും. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു അടിസ്ഥാനവുമില്ലാതെ അല്ലെങ്കിൽ ഒരു സൂക്ഷ്മതയുമില്ലാതെ നാവിട്ടടിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ആരോടാണ്? പശുക്കളോടാണ്. പശുക്കൾ നാവിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് അതിന്റെ ഭക്ഷണം കഴിക്കുമ്പോഴാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ അത് നാവിട്ടിട്ട് ചലിപ്പിക്കുന്ന പ്രത്യേക രീതിയിലാണ്. അതുപോലെ തിന്നാൻ കിട്ടാൻ വേണ്ടി അഥവാ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ മദ്ഹ് ചെയ്യുന്ന, മറ്റുള്ളവരെ അനാവശ്യമായി പുകഴ്ത്തുന്ന, പ്രത്യേകിച്ചും ഭരണാധികാരികളെ അങ്ങനെ പൊക്കിപ്പറഞ്ഞ് ആളുകളിൽ നിന്ന് ആ നേട്ടങ്ങൾ നേടാൻ വേണ്ടി നടക്കുന്ന ആളുകളെ പറ്റി പറയുകയാണ്. ഇതും സംസാരം സൂക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഇതിൽ പറഞ്ഞ മറ്റൊരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നല്ലാഹു യുബ്ഗിദുൽ ബലീഗ മിനർ റിജാൽ എന്ന് പറഞ്ഞു. ആളുകളിൽ ബലീഗായിട്ടുള്ള വാക്ചാതുര്യമുള്ള ആളുകളെ അള്ളാഹു വെറുക്കുന്നു എന്നുള്ളത് നിരുപാധികമുള്ള കാര്യമല്ല. ഈ ഒരു ബലാഗ എന്നുള്ളത് നല്ലൊരു ഇൽമാണ്, ഒരാൾക്ക് വരുന്നുണ്ട്. ഒരാൾക്ക് നല്ല രീതിയിൽ ഒരു വിഷയം സംസാരിക്കാൻ സാധിക്കുക, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് അശ്ലീയായിട്ട് മദ്ഹോ ദമ്മോ ഇല്ല. അശ്ലീയായിട്ട് അതിന് മദ്ഹ് ചെയ്യപ്പെടുന്നത് അഥവാ പ്രശംസിക്കപ്പെടേണ്ടതോ ആക്ഷേപിക്കപ്പെടേണ്ടതോ അല്ല. പക്ഷെ എന്തിനു വേണ്ടി അത് ഉപയോഗിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്താകും? നല്ല പ്രശംസ ലഭിക്കുന്നതാണ്. ഇപ്പൊ ഒരാൾ നല്ല വാക്ചാതുര്യമുണ്ട്, അയാൾ അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി പറയാൻ, ദീനിലേക്ക് ക്ഷണിക്കാൻ, അതുപോലുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മദ്ഹ് ചെയ്യപ്പെടേണ്ടതാണ്. അതല്ലാത്തതാണെങ്കിൽ ദമ്മ് ചെയ്യപ്പെടേണ്ടതുമാണ്. അത് ഏത് ഭാഷയിലും ബലാഗ ഉണ്ടാകും. അപ്പൊ ഈ ഭാഷയിൽ ഒരു ഫന്ന് തന്നെയുണ്ട്. അതല്ലെങ്കിൽ അല്ലാത്ത മലയാളത്തിലാവട്ടെ നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ട് എഴുതാനും സംസാരിക്കാനും കഴിയുക. ഏത് ഭാഷയിലും ഒരാൾക്ക് ബലീഗാകാൻ സാധിക്കും. അത് ആ രീതിയിലാണെങ്കിൽ നല്ലതാണ്. അതല്ലാതെ ഈ നിലക്ക് ബാത്തിലായ നിലക്ക് ഉപയോഗിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ വെറുക്കപ്പെടുന്ന ആളായി തീരുന്നത്. അടുത്ത ഒരു ഹദീസ് വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തഅല്ലമ സർഫൽ കലാം. നേരത്തെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ആരെങ്കിലും സർഫുൽ കലാം പഠിക്കുകയാണ്. സർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലാഗ, വാക്കുകളെ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ സംസാരത്തിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അത് പഠിക്കുകയാണ്. എന്തിനാണ് പഠിക്കുന്നത്? ലിയസ്ബിഹ് ബിഹി ഖുലൂബർ റിജാൽ, ആളുകളുടെ ആ കൽബിനെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകളെല്ലാം തന്നിലേക്ക് അടുക്കാൻ വേണ്ടി ആ നിലക്ക് വാക്ചാതുര്യവും അതുപോലുള്ള കാര്യങ്ങൾ ഒരാൾ പഠിക്കുകയാണ് എങ്കിൽ അവിന്നാസ് അല്ലെങ്കിൽ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ലം യഖ്ബലില്ലാഹു മിൻഹു യൗമൽ ഖിയാമ സർഫൻ വലാ അദ്ലൻ റവാഹു അബൂ ദാവൂദ്. നാളെ പരലോകത്ത് അല്ലാഹു തആല അവനിൽ നിന്ന് സർഫോ അദ്ലോ സ്വീകരിക്കില്ല. സർഫ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ പറയാറുണ്ട്. ഒന്ന് തൗബ എന്നുള്ള അർത്ഥത്തിൽ, രണ്ട് ഫർളായ ഇബാദത്തുകൾ എന്നുള്ള അർത്ഥത്തിൽ. സർഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് തൗബ അല്ലെങ്കിൽ ഫർളായ ഇബാദത്തുകൾ. അദിൽ എന്ന് പറഞ്ഞാൽ നഫ്ലുകളായിട്ടുള്ള ഇബാദത്തുകൾ, ഫർളും നഫ്ലും അല്ലെങ്കിൽ തൗബയും അതുപോലുള്ള കാര്യങ്ങളും ഒന്നും അവനിൽ നിന്ന് സ്വീകരിക്കയില്ല എന്ന് പറയാണ്. അപ്പൊ ഈ വാക്ചാതുര്യം അല്ലെങ്കിൽ നല്ലൊരു സംസാര ശൈലി അല്ലെങ്കിൽ അതുപോലുള്ള ഭാഷാപരമായിട്ടുള്ള കഴിവ് അത് നല്ലതാണ്, നല്ല കാര്യത്തിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ. അതല്ലാതെ അവിടെ നിയ്യത്ത് പഴച്ചതാണ്, അത് നിയ്യത്ത് തെറ്റാണ് എന്തെങ്കിൽ അത് മോശപ്പെട്ട കാര്യവുമായി തീരും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം എങ്ങനെയായിരുന്നു എന്ന് പറയാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ഉണ്ടായിരുന്നത് എന്നുള്ളത്. വൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, كان كلام رسول الله صلى الله عليه وسلم فصلا يفهمه كل من يسمعه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമായിരുന്നു ഫസ്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഇങ്ങനെ
മുറിച്ചിട്ടുള്ള സംസാരങ്ങളായിരുന്നു. ഓരോ വാക്ക് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കേട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ മുറിച്ചുള്ള സംസാരമായിരുന്നു. യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ മുറിച്ചിട്ടുള്ള സംസാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്. അഥവാ കൃത്യമായി വ്യക്തതയോടുകൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. വഖാലത്ത്, മറ്റൊരു റിവായത്തിൽ, കാന യുഹദ്ദിസുനാ ഹദീസൻ ലൗ അദ്ദഹു അൽആദു ലാ ഹസാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറയാറുള്ള സംസാരം, പറയാറുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൗ അദ്ദഹു അൽആദു ലാ ഹസാഹു, എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരാൾ ഇങ്ങനെ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്നുള്ളത്. അഥവാ ഓരോ വാക്ക്, ഒരു വാക്ക് പറഞ്ഞു, രണ്ട് വാക്ക് പറഞ്ഞു, മൂന്ന്, അങ്ങനെ എണ്ണിയാൽ ഒരാൾ എണ്ണാൻ നോക്കിയാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന രീതിയിലായിരുന്നു. കാരണം അത്രയും വ്യക്തമായി കൃത്യമായി ഒരാൾക്ക് കേട്ട് മനസ്സിലാക്കാനുള്ള സമയം കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നത്. അതേ റിവായത്തിൽ തന്നെ വഖാലത്ത് ഇന്നഹു ലം യകുൻ യസ്റുദുൽ ഹദീസ കസർദിക്കും, നിങ്ങൾ ധൃതിപ്പെട്ട് സംസാരത്തെ വിടുന്നത് പോലെ, പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരത്തിന്റെ രീതി ഷമായിൽ ഇമാം തിർമിദിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വിശേഷണങ്ങൾ മാത്രം ക്രോഡീകരിച്ചിട്ടുള്ള കിതാബിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കൊടുത്ത് കാണാം. ഏറ്റവും നല്ല രീതിയിൽ ചില സമയത്ത് പ്രാധാന്യമുള്ള കാര്യങ്ങൾ 3 തവണ ആവർത്തിച്ച് പറയും. അതുപോലെ തന്നെ കൃത്യമായി കൊണ്ട് പറയുന്ന രീതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, أبو هريرة رضي الله عنه പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, إذا رأيتم العبد يعتى زهدا في الدنيا, നീ ഒരു അടിമയെ കാണുകയാണ് ദുനിയാവിനോട് വിരക്തിയുള്ള അവസ്ഥയിലുള്ളത്. അഥവാ അവന് അല്ലാഹു തആല ദുനിയാവിൽ വിരക്തി നൽകപ്പെട്ടിട്ടുണ്ട്. ദുനിയാവിനോട് സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ അതിന്റെ താരീഫ് പറയാറുണ്ട്. എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ളതാണ്, പരലോകത്തേക്ക് ഉപകാരമുള്ള കാര്യങ്ങളെ അവൻ മുഴുകുള്ളൂ. അതല്ലാത്ത കാര്യങ്ങളിൽ അവന്റെ മനസ്സ് ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല. അവന്റെ കയ്യിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര സൗകര്യം ഉണ്ടെങ്കിലും കൽബ് കൊണ്ട് പരലോകത്തേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ അവൻ ബന്ധപ്പെട്ടിട്ടുണ്ടാവുകയുള്ളൂ. അതാണ് സുഹദ്. സുഹദിന് ഒരുപാട് താരീഫുകൾ ഒഴിവാക്കൾ പറയാറുണ്ട്. അതിലൊന്നാണിത്. അപ്പോൾ ദുനിയാവിനോട് വിരക്തി ഒരാൾക്ക് നൽകപ്പെട്ടതായി നീ കാണുകയാണെങ്കിൽ, വഖില്ലത മൻതിഖിൻ, അതുപോലെ തന്നെ ഈ സംസാരിക്കുക എന്നുള്ളത് അത് കുറവേ ഉള്ളൂ എന്നെങ്കിൽ, അനാവശ്യമായ സംസാരങ്ങളിലേക്ക് മുഴുകാതെ ഉപകാരപ്രദമായിട്ടുള്ള സംസാരങ്ങളെ ഒരാൾ സംസാരിക്കുന്നെങ്കിൽ ഫഖ്തരിബു മിൻഹു, നിങ്ങൾ അവനോട് ചേർന്ന് നിൽക്കുക, അഥവാ അവനോടൊപ്പം നിൽക്കുക, അവനെ കൂട്ടുകാരനായി കൂട്ടുക, അല്ലെങ്കിൽ ആലിമാണെങ്കിൽ അവനിൽ നിന്ന് ഇൽമ് നേടുക. എന്താണ്? ഫഇന്നഹു യുലഖാ അൽ ഹിക്മത്ത്, അവൻ എന്ത് നൽകപ്പെട്ടിട്ടുണ്ട്? ഹിക്മത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. ഹിക്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലമാക്കൾ പറയാറുള്ളത് വളഉ ശൈഇ ഫീ മൗദിഇഹി, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം വെക്കേണ്ട എവിടെയാണോ അവിടെ വെക്കുക. ഇൽമിന്റെ ഉന്നതമായ ഒരു അവസ്ഥയാണ്. എല്ലാ ഇൽമുള്ളവരും ഹക്കീമുകളാവണമെന്നില്ല, ഹിക്മത്തുള്ളവരും ആകണമെന്നില്ല. ഹിക്മത്ത് അള്ളാഹു പ്രത്യേകം ചില ആളുകൾക്ക് നൽകുന്ന ഒരു തൗഫീഖാണ്. അതാണ് സൂറത്തുൽ ബഖറയിലെ 269-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, യുഅ്തിൽ ഹിക്മത മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹിക്മത്ത് നൽകുന്നു. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ആർക്കെങ്കിലും ഹിക്മത്ത് നൽകപ്പെട്ടാൽ ഒരു വലിയ ഖൈറാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം എങ്ങനെ എപ്പോൾ പറയണം, എപ്പോൾ ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ഒരു കഴിവ് ഹിക്മത്ത് പ്രത്യേകം അള്ളാഹു നൽകുന്ന ഒരു റിസ്ഖാണ്. അപ്പോ അതിന്റെ ഒരു അടയാളമാണ് ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക എന്നുള്ളതും അവന്റെ സംസാരം അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് കുറഞ്ഞ് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ മാത്രം മുഴുകുക എന്നുള്ളതും. ഹിക്മത്ത് എന്നുള്ള പദത്തിന് സുന്നത്ത് എന്നുള്ള അർത്ഥത്തിലും പറയാറുണ്ട് ഖുർആനിൽ. وعن بريدة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, بريدة رضي الله عنه ذلكان نبي صلى الله عليه وسلم പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന മിനൽ ബയാനി സിഹ്റൻ, ബയാൻ ചെയ്യുന്നതിൽ, ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കുന്നതിൽ, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു സിഹറുണ്ട് എന്നുള്ളത്. സിഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാന അർത്ഥം, ഭാഷാപരമായ അർത്ഥം സർഫ് എന്നുള്ളതാണ്, തെറ്റിക്കുക എന്നുള്ളതാണ്. ഒരാളുടെ ചിന്തയെ തെറ്റിക്കുക, ഒരാളുടെ മനസ്സിനെ തെറ്റിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള തെറ്റിക്കലിന് സിഹർ എന്ന് പറയാറുണ്ട്.
അപ്പൊ സംസാരത്തിൽ അല്ലെങ്കിൽ വാക്ചാതുര്യത്തിൽ ഒരു സിഹറുണ്ട്. അഥവാ ചില ആളുകളുടെ മനസ്സിനെ ഒരാളുടെ സംസാരം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? തെറ്റിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരാൾ ബാത്തിലിനെ അതിമനോഹരമായിക്കൊണ്ട് അവതരിപ്പിക്കുന്നതിലൂടെ ആളുകൾ എന്താകും? അതിലേക്ക് ആകൃഷ്ടരാകും. അവരുടെ മനസ്സിനെ തെറ്റിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ബാത്തിലായ കാര്യങ്ങൾ നമ്മൾ എന്താണ് കേൾക്കുന്നത്, ഇൽമ് എന്താണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ സംസാരമാണ് കേൾക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയും അതുപോലുള്ള കാര്യങ്ങൾ വരെ സിഹറിന്റെ ഭാഗമാകുന്നതുകൊണ്ടാണ്. കാരണം ഒരാളുടെ ചിന്തയിലേക്ക്, അയാളുടെ ചിന്തയെ കൺട്രോൾ ചെയ്യുന്ന, മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് സിനിമകളും അതുപോലെ തന്നെ പല ആളുകൾ സംസാരങ്ങളും മാറിത്തീരുന്നതുകൊണ്ടാണ്. അഥവാ അതിലൊരു സിഹറുണ്ട്. ഒരാളുടെ ചിന്ത മാറ്റാനുള്ള ഒരു പ്രേരണ, കഴിവ്, അതിനാണ് സിഹർ പറയുന്നത്. അപ്പൊ ചില ആളുകൾ അവരുടെ സംസാരം എന്തിനുണ്ടാകും? അതിലൊരു സിഹറുണ്ട്. അപ്പോൾ ചില ബാത്തിലായ ആളുകൾ അവരുടെ സംസാരം കൊണ്ട് ആളുകളുടെ മനസ്സിനെ മാറ്റും. അപ്പൊ സംസാരത്തിൽ ഒരു സിഹറുണ്ട്. വഇന്ന മിനൽ ഇൽമി ജഹ്ലൻ, അറിവിൽ, ഇൽമിൽ ഒരു ജഹലുമുണ്ട്. എന്താണ് അത് അങ്ങനെ ഉദ്ദേശിച്ചാൽ? ഇൽമിൽ ജഹലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിശദീകരിച്ചു. ഇൽമിൽ ജഹലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും തുല്ലാബുകൾ അല്ലെങ്കിൽ ദീനിയായ ശർഈയായ ഇൽമു പഠിക്കുന്നവർ, അവർ ചില സമയത്ത് ഒരു ഉപകാരവുമില്ലാത്ത, ഒരാവശ്യവുമില്ലാത്ത ചില മേഖലകളിൽ അവർ മുഴുകും. അവർ ഇൽമു നേടുകയായിരിക്കും, പക്ഷെ അവർക്കൊരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനത്തെയുള്ള ഇൽമിൽ അവർ മുഴുകിക്കൊണ്ടിരിക്കും. അതേസമയം അവർക്ക് ഉപകാരപ്രദമായ ഇൽമു ഇവിടെ പുറത്തുണ്ടാകും. അപ്പോ അവർ ആ ഇൽമു നേടുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് എന്താ സംഭവിക്കുന്നത്? മറ്റു ഉപകാരപ്രദമായ ഇൽമിൽ ജഹലാണ് സംഭവിക്കുന്നത്. അഥവാ ഇൽമു നേടുമ്പോൾ ഉപകാരപ്രദമായ ഇൽമല്ലാതെ നിസ്സാരമായ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവർ അതിൽ മുഴുകുക എന്നുള്ളത് കൊണ്ട് അവർക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ദീനിൽ കൂടുതൽ ആവശ്യമായിട്ടുള്ള ഇൽമ് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എന്തുണ്ടാകും? ആ ഇൽമു നേടുന്നതിലൂടെ അവർക്ക് ഉണ്ടാവുന്ന എന്താണ്? ജഹലാണ്. ഇന്ന് പല തുല്ലാബുകളിലും കാണാം, പല ആളുകളിലും കാണാം. പല ആളുകളും ഇൽമിന്റെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം വേറെ കുറെ മസലകളും വേറെ കുറെ കാര്യങ്ങളും ചർച്ച ചെയ്യുക, അതിന്റെ പിന്നാലെ പോകും. യഥാർത്ഥത്തിൽ അവർ ഇൽമു നേടുകയാണോ? ഇൽമു നേടുകയാണ്. ശരിക്ക് കിട്ടുന്ന എന്താണ്? ഇൽമാണോ? അല്ല, ജഹലാണ് കിട്ടുന്നത്. അതുപോലെയുള്ള അവസ്ഥ. അതാണ് ഇന്നമിൽ ഇൽമി ജഹ്ലൻ എന്ന് പറഞ്ഞത്. വഇന്ന മിനശ് ശിഅരി ഹികമൻ, അതുപോലെ തന്നെ കവിതകളിൽ ഹെക്കമകളുണ്ട്. ഹെക്കമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള, ചിന്താർഹമായിട്ടുള്ള കാര്യങ്ങൾ. ഹെക്കമത്ത് പോലെ തന്നെ ഹെക്കമത്ത് കവിതകളിൽ ഉണ്ട് എന്നുള്ളത്. അഥവാ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി ക്രോഡീകരിക്കുമ്പോൾ പ്രധാനമായി രണ്ട് രീതിയിലുണ്ടാകും. ഒന്ന് നസ്റും ഉണ്ടാകും, ഒന്ന് ഷിഅറും ഉണ്ടാകും. നസ്ർ എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായി കിതാബുകൾ, രചനകൾ, എഴുത്തുകൾ, പിന്നെ എസ്സേകൾ, അതുപോലെയുള്ള എഴുതിയിട്ടുള്ള സാധനങ്ങളുണ്ടോ? വേറെ എന്തായാലും പറയാ നസ്റിന് മലയാളം? ഗദ്യം, ഗദ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിനാണ് നസ്ർ എന്ന് പറയാം. ഷിഅർ എന്ന് പറഞ്ഞാൽ പദ്യം, കവിതാരൂപത്തിൽ എഴുതുന്നുണ്ടാകും. ഇതിൽ ഒരാൾക്ക് ഈ ഷിഅർ എന്നുള്ളത് ഒരാൾക്ക് ഹിക്മത്ത് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഏത് ഭാഷയാവട്ടെ, ഒരു ഭാഷയിൽ ഒരാൾക്ക് കഴിവുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദ്യരൂപത്തിലുള്ള ഒരു കാര്യത്തിന്റെ ആശയത്തെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ്. അറബി ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, അതിന്റെ ആഴത്തിൽ പഠിക്കുന്ന ആളുകൾ എപ്പോഴാണ് അതിൽ കഴിവുള്ളവരായിത്തീരുന്നത്? ആ ഭാഷയിൽ ഒരു കവിത എഴുതുകയും ആ കവിതയെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ്. മറ്റേതിൽ കഴിവുണ്ടാകും, പക്ഷെ അതിൽ ഉന്നതമായ ഒരവസ്ഥയിൽ എത്തുന്നത്. അപ്പൊ കവിതകൾ നല്ല രീതിയിൽ പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളത് അതിൽ ഹിക്മത്ത് ഉണ്ടാകും. ഇവിടെ കവിതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കവിതകളല്ല. ഹസ്സാൻ ബിൻ സാബിത്ത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിത എഴുതാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, ഇസ്ലാമിനെ അറിയിക്കുന്ന, ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആ നിലക്കുള്ള കവിതകൾ നമ്മൾ നോക്കിയാൽ കാണും. പല കിതാബുകളും പല ഫന്നുകളും ഏത് രൂപത്തിലാണുള്ളത്? പദ്യരൂപത്തിലുള്ളത്. അഖീദപരമായ കിതാബുകൾക്ക് ധാരാളം പദ്യങ്ങളുണ്ട്. ഫിഖ്ഹി ആയിട്ടുള്ള ഉസൂൽ ഫിഖ് ആവട്ടെ, ഖവായിദ് ഫിഖ് ആവട്ടെ പദ്യങ്ങളുണ്ട്. ഭാഷാപരമായ നിയമങ്ങളാവട്ടെ പദ്യങ്ങളുണ്ട്. ഗദ്യരൂപമുണ്ട്, പദ്യരൂപമുണ്ട്. പദ്യരൂപം എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ എളുപ്പമായിരിക്കും, ഓർമ്മിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചില ഒരുപാട് ഹിക്മത്തുകൾ, കഴിവുകൾ ഒരാൾക്ക് ഭാഷയിൽ കിട്ടുന്ന കാര്യമാണ് കവിതകൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഹിക്മത്തുകളുണ്ട്. അതിൽ ഹിക്മത്ത് അല്ല ഇതുദ്ദേശം. ഹിക്മ എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായിട്ടുള്ള വാക്കുകൾ അതിലുണ്ട് എന്നതാണ് അതുകൊണ്ട് പറയുന്നത്. വഇന്ന മിനൽ ഖൗലി ഇയാലൻ, അതുപോലെ തന്നെ വാക്കിൽ, സംസാരത്തിൽ ഇയാലൻ, ഇയാൽ എന്ന് പറഞ്ഞാൽ പാഴായി പോകുന്ന സംസാരമുണ്ട് എന്ന്. സംസാരത്തിൽ പാഴായി പോകുന്നതുമുണ്ട്. എന്താ ഉദ്ദേശം? അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണ്, അയാൾക്ക് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാകുന്നേയില്ല, അല്ലെങ്കിൽ അയാൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതായത് അയാൾ അതിനോട് യാതൊരു തരത്തിലും അത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത, നമ്മുടെ വാക്ക് ശ്രദ്ധിക്കുന്നേയില്ല.
അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ കുറെ സംസാരിച്ചുകൊണ്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. ആ സംസാരം എന്താണ്? പാഴായി പോകുന്ന സംസാരമാണ്. അതായത് ഒരാളെ ദീനിലേക്ക് ക്ഷണിക്കുന്ന വിഷയത്തിലല്ല പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ നമ്മുടെ സംസാരത്തിലേക്ക് ഒരു നിലക്കും ശ്രദ്ധിക്കുന്നില്ല. അയാളുടെ ശ്രദ്ധ നമ്മുടെ സംസാരത്തിലേക്കേ ഇല്ല. അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ കുറെ സംസാരിച്ചുകൊണ്ട് എന്താണ്? ആ സംസാരം പാഴായി പോയി എന്നല്ലാതെ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് സംസാരത്തിൽ പാഴായി പോകുന്ന സംസാരങ്ങളും ഉണ്ട് എന്ന നിലക്ക്. അത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെയുള്ള സംസാരത്തിൽ ഉപകാരമില്ലാതെ പാഴായി പോകുന്നതും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഈ ബാബിൽ കൊടുക്കാനുള്ള കാരണം പ്രധാനമായിട്ടും ഇന്നമിനൽ ബയാനി സിഹ്റൻ എന്നുള്ള ഭാഗവും അതുപോലെ ഇന്നമിനൽ ഖൗലി ഇയാലൻ എന്നുള്ളതാണ്. ചില സംസാരങ്ങളിൽ ഒരു സിഹർ ഉണ്ടാകും. അത് രണ്ട് രീതിയിൽ സൂക്ഷിക്കണം. ഒന്ന്, അത് ഹക്കായ നിലക്ക് ഉപയോഗിക്കാനും നല്ലതാണ്. നേരത്തെ പറഞ്ഞ ബലാഗ് ഒക്കെ പോലെ ഒരാൾക്ക് നല്ല വാക്ചാതുര്യം ഉണ്ടാവുക, നല്ല രീതിയിൽ ഒരു വിഷയം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക, അത് ഹക്കിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താവട്ടെ പിന്നീട് ഇസ്ലാമിക ഭരണാധികാരികളെല്ലാം നല്ല പ്രാസംഗികന്മാരെ, നല്ല ശബ്ദമുള്ള ആളുകളെ, നല്ല കവിതയിൽ കഴിവുള്ള ആളുകളെല്ലാം ദീനിന്റെ കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. പക്ഷെ ബാത്തിലിന്റെ ആളുകൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിനെ സൂക്ഷിക്കുകയും വേണം. അടുത്ത ഹദീസ് ഈ കിതാബിലെ അവസാനമായി കൊടുത്തിട്ടുള്ളതാണ്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വഅൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു أنه قال يوما وقام رجل فأكثر القول. ഒരിക്കൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അടുക്കൽ ഒരാൾ നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? കുറെ സംസാരിച്ചു. അധികരിച്ച സംസാരം ഒരാളിൽ കാണുകയുണ്ടായി. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലെല്ലാം മിസ്രിലെ ഗവർണറാണ്. അവിടെ വെച്ചിട്ടാണ് സംഭവം ഉണ്ടാകുന്നത്. ഒരാൾ ഇങ്ങനെ കുറെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംസാരം കഴിഞ്ഞപ്പോ ഫഖാല അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ ഖസദ ഫീ ഖൗലിഹി ലകാന ഖൈറൻ ലഹു. ഇവർ ഈ സംസാരിച്ച സംസാരത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നുവെങ്കിൽ, അഥവാ നല്ലൊരു ലക്ഷ്യപാടുള്ളത് എങ്കിൽ അതവന് ഖൈറാണ്. അഥവാ നല്ലൊരു കാര്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അയാൾ അനാവശ്യമായിട്ട് കുറെ സംസാരിച്ചാണ്. അപ്പോ നല്ലൊരു ലക്ഷ്യമാണെങ്കിൽ അത് നല്ലതാണ്. എന്നിട്ട് പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ലഖദ് റഅയ്തു ഔ ഉമിർതു. അതിങ്ങനെ വിശ്വാസം പറയാണ്, എനിക്ക് അറിയാം അല്ലെങ്കിൽ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിലക്ക് പറയാം. എന്താണ്? അൻ അതജവ്വസ ഫിൽ ഖൗൽ. സംസാരം അതജവ്വസ എന്ന ഷോർട്ടാക്കുക, കുറഞ്ഞ സംസാരം സംസാരിക്കുക എന്നുള്ളത് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. റാവിക്ക് സംശയം, കൽപ്പിച്ചതാണോ അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. റഅയ്തു എന്നുള്ള വാക്കിന്റെ ഇവിടെ അർത്ഥം അലിംതു എന്നുള്ളതാണ്. റഅ എന്നുള്ളത് അലിമ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് അറിയാം അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അൻ അതജവ്വസ ഫിൽ ഖൗൽ. സംസാരം ഷോർട്ടാക്കണം, കുറക്കണം. ഫഇന്നൽ ജവാസ ഹുവ ഖൈറുൻ. സംസാരം കുറക്കുക എന്നുള്ളതാണ് ഖൈറായിട്ടുള്ള കാര്യം. സംസാരം കുറക്കാതെ ഒരു കാര്യം നമുക്ക് മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉണ്ട്, മറ്റൊരാളോട് പറയാനുണ്ട്. പക്ഷെ അത് കുറെ നീട്ടി വലിച്ചിട്ടും പറയാം, കുറഞ്ഞ രീതിയിലും പറയാം. അതിലൊരു കാര്യം ഏറ്റവും കുറഞ്ഞ രീതിയിൽ പറയലാണ് ഖൈറായിട്ടുള്ള രീതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുക. റവാഹുമ അബൂ ദാവൂദ്. ആഖിറുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ ഒരു കിതാബിന്റെ ക്രോഡീകരിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ അവസാനത്തെ ബാബിൽ പറഞ്ഞതൊക്കെ ഒരു ത്വാലിബ് അവൻ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അനാവശ്യ തർക്കങ്ങളിലേക്ക് പോകാതെ, അനാവശ്യ സംസാരങ്ങളിലേക്ക് പോകാതെ ഇൽമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട, ഇബാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങളെയാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വളരെ മുബാറക്കായിട്ടുള്ള, ഉപകാരപ്രദമായിട്ടുള്ള ഒരു കിതാബാണ് ഈ ഉസൂൽ ഈമാൻ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ഇൽമിന്റെ പദവിയിൽ ഒരു മുത്തവസ്സിത്തായിട്ടുള്ള, തുടക്കക്കാർ പഠിക്കേണ്ടതായിട്ടുള്ള ഒന്നല്ല, അതിനേക്കാൾ മുകളിലുള്ള അഥവാ തുടക്കക്കാരായ ആളുകൾ പഠിക്കേണ്ട അഖീദ കിതാബുകൾ മുമ്പ് പറഞ്ഞതുപോലെ സലാസ് ഉസൂലും കിതാബ് തൗഹീദും പോലെയുള്ള അതിന്റെ ഒരു അടുത്ത ഘട്ടമായി കൊണ്ട് പഠിക്കേണ്ട കിതാബാണ് യഥാർത്ഥത്തിൽ ഇത്. കാരണം ഒരുപാട് ആഴത്തിൽ പഠിക്കേണ്ട ഒരുപാട് മസായിലുകൾ ഇതിന്റെ ഓരോ റിവായത്തിലും ഓരോ ബാബിലും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെറിയ രീതിയിൽ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അൽഹംദുലില്ലാഹ് ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. അല്ലാഹ് വലിയൊരു തൗഫീഖാണ് ഒരു കിതാബ് നമുക്ക്
മുഴുവൻ വായിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി കേൾക്കാൻ സാധിക്കുക, അത് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് അതിനെപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം. അത് കൂടുതൽ ഇൽമ് നേടാൻ ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ കിതാബ് ഇനിയും പഠിക്കണം. ഇനിയും നല്ല ഉലമാക്കളുടെ ഷർഹുകൾ ഇതിന്റെ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദറിന്റെ നല്ലൊരു ഷർഹ് അദ്ദേഹം ദർസ് എടുക്കുകയും പിന്നീട് അത് കിതാബായിട്ട് ഇപ്പൊ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു വളരെ ഒന്നുകൂടി വിശാലമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സാലിഹ് ആൽ ഷെയ്ഖ് ഉസൂലിയായ രീതിയിൽ ഈ കിതാബിന്റെ ഷർഹ് എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടി ആഴത്തിൽ തൊലബിലുള്ള ആളുകൾക്ക് പഠിക്കാവുന്നതാണ്. പല രീതിയിൽ ഈ കിതാബിനെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ടുള്ള ഇതിൽ നമ്മൾ കേട്ട് പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈമാൻ ഏറ്റവും ശരിയായ പരിപൂർണമായ രൂപത്തിൽ ആക്കുകയും ആ ഒരവസ്ഥയിൽ അല്ലാഹു തആലയിലേക്ക് മടങ്ങാൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.